ഓക്കെ, കുറച്ചുപേരും കൂടി ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവരും ജോയിൻ ചെയ്തോട്ടെ. എനിവേ നമ്മള് സെഷൻ തുടങ്ങാൻ നിൽക്കുകയാണ്. കീപ് ജോയിനിങ്. എനിവേ അപ്പോൾ ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഇപ്പൊ 5ാമത്തെ സെഷൻ ആണെന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ടോട്ടലി നമ്മളിപ്പോ ഫ്രീ ആയിട്ട് തന്നെയാണ് സ്റ്റുഡൻസിന് ക്ലാസ് ഒക്കെ അവൈലബിൾ ആക്കുന്നത്. ലൈവ് ആയിട്ടുള്ള ക്ലാസ്, അതുപോലെ തന്നെ ഇതിന്റെ ക്ലാസ് റെക്കോർഡ് അവൈലബിൾ ആകുന്നത് കൊണ്ടായിരിക്കാം ആളുകളുടെ ലൈവ് ക്ലാസ്സുകളെ പാർട്ടിസിപ്പൻസ് കുറയുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം വീണ്ടും പിന്നീട് റെക്കോർഡിംഗ് കേൾക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് വോണ്ട് വർക്ക്, പ്രാക്ടിക്കലി ഇറ്റ് വോണ്ട് വർക്ക്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ സെക്കൻഡ്ലി നമുക്ക് ഇന്നുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നത് എല്ലാവരും മാക്സിമം ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ CLC-യിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പർ ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഡിഗ്രിയും ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു, രാംജാസ് കോളേജിൽ. പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ LLB കഴിഞ്ഞു. ഇപ്പോ ട്രിവാൻഡ്രത്ത് പല അക്കാഡമീസിലും ക്വാളിറ്റിയുടെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി കൂടിയാണ് സിവിൽ സർവീസിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് സുഹൈൽ സാറിനെ ഈ ഒരു ബാരിസ്റ്റേഴ്സ് അക്കാഡമിയുടെ ഭാഗമായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മള് വളരെ ഹാപ്പിയാണ് സാർ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ആർട്ടിക്കിൾ 1 മുതൽ 32 വരെയുള്ള പാർട്ടിന് ഏതൊരു എൻട്രൻസ് എക്സാം ആയാലും നിങ്ങൾക്ക് മിനിമം 5 to 6 ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും മിനിമം 5 to 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏത് പ്രീവിയസ് ഇയർ എടുത്താലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെഷൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. മാക്സിമം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോ നല്ലൊരു സെഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിവേ സുഹൈൽ സർ, Yes. Okay, you may continue, please. Camera എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? മാറൂഫ്? കാണാം. No issue. Okay, fine. ഇപ്പൊ PPT പോയി. Okay, one second. Okay. മറ്റുള്ളവരൊന്ന് ക്ലാസ് മ്യൂട്ട് ചെയ്തിരുന്നുള്ള ഉറപ്പുവരുത്തണം. Okay, let's start. Almost എല്ലാവരും ജോയിൻ ചെയ്തിട്ടില്ലേ? സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ? സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, ഫൈൻ. ഓക്കെ, മാറൂഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാന് DU CLC-യിലായിരുന്നു പഠിച്ചിരുന്നത്. 2014-17 ബാച്ച് ആയിരുന്നു. കേൾക്കാമല്ലോ അല്ലേ? ഓഡിയോ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ. സോ ഇന്ന് മെയിൻ ആയിട്ട് ആർട്ടിക്കിൾ 1 മുതൽ 32 വരെ ഉറപ്പില്ല, നമുക്ക് നമ്മുടെ ടൈം പോലെ മാനേജ് ചെയ്യാം വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ടുള്ളത് യൂണിയൻ ടെറിട്ടറിയെ കുറിച്ചിട്ടാണ്. യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് 1-ല് ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, ആർട്ടിക്കിൾ 1 to 4. പിന്നീട് നമ്മൾ സെക്കൻഡ് പാർട്ട് പഠിക്കും, അത് സിറ്റിസൺഷിപ്പ് ആണ്. സിറ്റിസൺഷിപ്പ് ആർട്ടിക്കിൾ 5 to 11 ആണ്. ഓക്കെ, ദെൻ നമ്മള് പാർട്ട് 3, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്, അത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ഓൾമോസ്റ്റ് നമുക്ക് 1 അവറിനുള്ളിൽ 9:15 എത്ര കവർ ചെയ്യാൻ പറ്റുമോ നമ്മൾ അത്രത്തോളം കവർ ചെയ്യുന്നതാണ്. എന്താണ് എന്തെങ്കിലും പറഞ്ഞാണോ? അല്ലെങ്കിൽ അത് അറിയാതെ അൺമ്യൂട്ട് ചെയ്തത്. Sorry, Sohelka, I accidentally muted you. Just unmute. Sohel sir, please unmute. Okay.
സോ നമ്മൾ 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു ബ്രീഫാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് എൻട്രൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ CLC-യിൽ അഡ്മിഷൻ എടുത്ത് അവിടെ പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിന്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്, നല്ല ഒരു ബെയർ ആയിട്ടുള്ള ഒരു ഐഡിയ നൽകാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരോ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഏരിയ പറയുന്നതിൽ എന്തെങ്കിലും ടേംസ് യൂസ് ചെയ്യുന്നതിൽ ക്ലാരിറ്റി പ്രശ്നം വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിച്ചാലും മതി, കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? പിന്നെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ജസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു തംസ് അപ്പ് എന്തെങ്കിലും പറഞ്ഞാൽ മതി. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ ആണോ? ഒന്ന് ജസ്റ്റ് ഒരു തംസ് അപ്പ് പറഞ്ഞാൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഫൈൻ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി എന്തെങ്കിലും. ഓക്കെ, ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്നാണ്. കേട്ടിട്ടില്ല നിങ്ങൾ യൂണിയൻ ആൻഡ് ടെറിട്ടറി? യൂണിയൻ ടെറിട്ടറീസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ തുടങ്ങുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി അല്ലെ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഇപ്പൊ ഏതൊരു ഡോക്യുമെന്റ് ആയിരുന്നാലും ഐ തിങ്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, പ്രിയാമ്പിൾ എന്താന്നൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണെന്ന് കരുതുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഏതൊരു പ്രധാന ഡോക്യുമെന്റും പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഫസ്റ്റ് തന്നെ ആർട്ടിക്കിൾ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം? അപ്പോ അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ടെറിട്ടറി എന്തെല്ലാമാണ് അല്ലെ? അത് പറഞ്ഞിട്ടല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഏരിയ ആണ് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്നത്. പാർട്ട് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം ഇതിലെ ആർട്ടിക്കിൾസും പാർട്ടും ആണ്. അത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതേപോലെ പിന്നെ ആർട്ടിക്കിൾസ് പറയുമ്പോൾ ആർട്ടിക്കിൾ എന്താന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആർട്ടിക്കിൾ 1 to 4 ആണ് പാർട്ട് 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ 1 ദ വെരി ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാല്? ഈ ഒരു ടേം നമ്മൾ മീൻ ചെയ്യുന്നത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. നമ്മൾ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഒരു ഫെഡറൽ സ്റ്റേറ്റ്, പൂർണ്ണമായിട്ടും ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമുക്ക് വേണമെങ്കിൽ അതൊരു കംപ്ലീറ്റ്ലി ഫെഡറൽ സ്റ്റേറ്റ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ബിക്കോസ് അമേരിക്ക ഫോം ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് അവിടെയുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടെ വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് അവരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഫോം ചെയ്യുന്നത്. ഇന്ത്യയിൽ അങ്ങനെയാണോ? ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഒക്കെ കൂടി ചേർന്നിട്ടാണോ ഇന്ത്യ ഫോം ചെയ്യുന്നത്? അല്ല. അതായത് ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് അമംഗ് ദ സ്റ്റേറ്റ്സ്. അതാണ് ഇത് ഫസ്റ്റ് ആയിട്ട് ഇംപ്ലൈ ചെയ്യുന്ന മീനിങ്. ആർട്ടിക്കിൾ 1 ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. മീൻസ് മറ്റു വോയിസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഫൈൻ. സോ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് അമംഗ് ദ സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഫെഡറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റില് നമ്മൾ സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ട് ഒരു എഗ്രിമെന്റ് പ്രകാരം ഉണ്ടാക്കിയതല്ല. ഓക്കെ, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമേരിക്ക എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരുപാട് സ്റ്റേറ്റുകൾ വന്നിട്ടാണ് അവരുടെ ഫെഡറേഷൻ ഫോം ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് മനസ്സിലായ നിങ്ങൾക്ക്? ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് അമംഗ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടല്ല ഇന്ത്യൻ ഫെഡറേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. അതേപോലെ സെക്കൻഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇന്ത്യൻ ഫെഡറേഷനിൽ പെടുന്ന ഒരു സ്റ്റേറ്റിന് ഇന്ത്യയിൽ നിന്ന് വിഘടിച്ച് പുറത്തു പോവാൻ പറ്റില്ല. അതായത്
ഇപ്പൊ കേരളം നാളെ പറയുകയാണ് ഞങ്ങളുടെ രാജ്യം ഇന്ത്യ അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു രാജ്യമാവാന്ന് പറഞ്ഞിട്ട് കേരളത്തിന് തനിയെ പോവാനുള്ള റൈറ്റ്സ് ഇല്ല. പക്ഷേ US കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അമേരിക്ക ഫോം ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? സ്റ്റേറ്റുകൾ തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ അവിടെ ഉള്ള പ്രൊവിഷൻ ആയിരുന്നു, ഒരു സ്റ്റേറ്റിന് നാളെ വേണമെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വിട്ടു പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പോവാൻ. പക്ഷെ പിന്നീട് സിവിൽ വാർ ഒക്കെ നടന്നതിന് ശേഷമാണ് അവിടെ ഈ റൈറ്റ് നിർത്തലാക്കിയത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരിക്കലും ഒരു കാരണം കൊണ്ട് പോലും നമ്മുടെ സ്റ്റേറ്റ്സിനൊന്നും തന്നെയും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല. ഇത്രയും ക്ലിയർ ആണോ ആർട്ടിക്കിൾ 1? ആർട്ടിക്കിൾ 1 ക്ലിയർ ആണോ ഇത്രയും? എനി ഡൗട്ട്സ് ആർട്ടിക്കിൾ 1? ഓക്കെ അല്ലേ? ഫൈൻ. ഇനി ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ്. ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഒരു പാർട്ടാണ്. അപ്പൊ ഇത് പറയുക ഈ ടെറിട്ടറിയെ കുറിച്ച് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 2. ആർട്ടിക്കിൾ 2 ആണ് നമ്മുടെ പാർലമെന്റിനെ എംപവർ ചെയ്യുന്നത്, പവർ നൽകിയിട്ട്. എന്ത് പവർ നൽകിയിട്ടാണ്? അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്. പുതുതായിട്ട് ഒരു സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് നൽകുന്നത്, പാർലമെന്റിന് ആ ഒരു പവർ നൽകുകയാണ് ആർട്ടിക്കിൾ 2 ചെയ്യുന്നത്. അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ഇന്ത്യ. അത് ഞാൻ ആർട്ടിക്കിൾ 3 കൂടെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആർട്ടിക്കിൾ 3 പറയുന്നത് ഇതേപോലെ തന്നെ പാർലമെന്റിന് പവർ നൽകുകയാണ്. ഓതറൈസസ് ദ പാർലമെന്റ് ടു ഫോം ന്യൂ സ്റ്റേറ്റ് ബൈ സെപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അതായത് പാർലമെന്റിന് ആർട്ടിക്കിൾ 3 നൽകുന്ന പവറാണ് പുതുതായിട്ട് സ്റ്റേറ്റ് ഫോം ചെയ്യാം. എങ്ങനെ? ഓൾറെഡി ഉള്ള സ്റ്റേറ്റിന്റെ ടെറിട്ടറി ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് ഫോം ചെയ്യാം. അതേപോലെ ഇൻക്രീസ് ദ ഏരിയ ഓഫ് സ്റ്റേറ്റ് ഓർ ഡിമിനിഷ് ദ ഏരിയ ഓഫ് സ്റ്റേറ്റ്. അല്ലെങ്കിൽ ഓൾറെഡി ഒരു സ്റ്റേറ്റിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാം. എന്ന് വെച്ചാൽ കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം, ഇപ്പൊ കേരളത്തിന്റെ ഏരിയ വേണമെങ്കിൽ കന്യാകുമാരിയും മാംഗ്ലൂരും കൂടെ കൂട്ടിയിട്ട് ഇൻക്രീസ് ചെയ്യാം പാർലമെന്റിന്. അല്ലെങ്കിൽ കേരളത്തിന്റെ മലബാർ റീജിയനെ വെട്ടിയിട്ട് നമ്മുടെ തിരുവിതാംകൂറും മധ്യ തിരുവിതാംകൂറും കൂടെ മാത്രം ചേർന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യാം. ഇതും പാർലമെന്റിന് നൽകുന്ന പവറാണ്. അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ പേര്, ഇപ്പൊ കേരളത്തിന്റെ പേരും ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം ആർട്ടിക്കിൾ 3 നൽകുന്ന, പാർലമെന്റിന് നൽകുന്ന പവറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആർട്ടിക്കിൾ 2 ആൻഡ് 3? മനസ്സിലായിട്ടുണ്ടോ എന്താ ഡിഫറൻസ് എന്നുള്ളത്? ആർട്ടിക്കിൾ 2 3 ഒരേപോലെയല്ലേ കാര്യങ്ങൾ പറയുന്നത്? പാർലമെന്റിന് പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യാനുള്ള റൈറ്റ്സ് നൽകുന്നത്. ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റുകളെ കുറിച്ചാണ്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. ഓക്കെ. പക്ഷേ ആർട്ടിക്കിൾ 2 പറയുന്നത് ഓൾറെഡി നമ്മുടെ പാർട്ട് അല്ലാതെ നമ്മൾ പുതുതായിട്ട് അക്വയർ ചെയ്ത ഒരു ഫോറിൻ ടെറിട്ടറിയെ ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് പുതുച്ചേരി ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, അതൊരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. അതേപോലെ ഗോവ ഇന്ത്യൻ ടെറിട്ടറി അല്ലായിരുന്നു, അതൊരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു. അത് നമ്മൾ ഗ്രാജുവലി പിന്നീട് അക്വയർ ചെയ്തതാണ്. ഈ ഒരു പവർ ആർട്ടിക്കിൾ 2 ആണ് നൽകുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമല്ലാത്തതിനെ പുതുതായിട്ട് ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ പാർലമെന്റിന് പവർ നൽകുന്നത് ആർട്ടിക്കിൾ 2ഉം, ഓൾറെഡി ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗമായ സ്റ്റേറ്റിന്റെ മീൻസ് നമ്മളിപ്പോ പുതുതായിട്ട് ആന്ധ്രയെ മുറിച്ചിട്ട് തെലുങ്കാന ഫോം ചെയ്തു, അതേപോലെ ഒരു സ്റ്റേറ്റിനെ തന്നെ 2 സ്റ്റേറ്റ് ആക്കി മാറ്റാം. അതേപോലെ ഇപ്പൊ ജമ്മു ആൻഡ് കശ്മീരിനെ നമ്മൾ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കി ഫോം ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള പവേഴ്സ് നൽകുന്നതാണ് ആർട്ടിക്കിൾ 3. ഡിഫറൻസ് ക്ലിയർ ആണോ ആർട്ടിക്കിൾ 2 ആൻഡ് 3? ഡൗട്ട് ഉണ്ടോ? ആർട്ടിക്കിൾ 2 ആൻഡ് 3 ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടെ പറയണ്ടോ? എന്റെ സ്പീഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഒരിക്കലും ആർട്ടിക്കിൾ 2 പാർലമെന്റിനെ എംപവർ ചെയ്യുകയാണ് പുതുതായിട്ട് ഒരു സ്റ്റേറ്റിനെ നമ്മുടെ യൂണിയൻ ഓഫ് ഇന്ത്യയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഈ പവർ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗമല്ലാത്തൊരു ടെറിട്ടറിയെ നമ്മൾ ഇന്ത്യയുടെ കൂടെ കൊണ്ടുവരുന്നതാണ് അണ്ടർ ആർട്ടിക്കിൾ 2.
അതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. പുതുച്ചേരി ഇന്ത്യയുടെ ഭാഗമല്ലായിരുന്നു, അതൊരു ഫ്രഞ്ച് കോളനിയാണ്. അപ്പൊ പുതുച്ചേരി നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കുന്നത് എങ്ങനെയാണ്? ആർട്ടിക്കിൾ 2 പുതിയൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിട്ടോ. അപ്പൊ ഗോവ. ഓക്കെ. ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത് അത് പാർലമെന്റിന് പവർ നൽകുകയാണ്. പക്ഷേ ഓൾറെഡി ഇന്ത്യയുടെ ഭാഗമായ സ്റ്റേറ്റിന്റെ ബൗണ്ടറീസ്, ഓക്കെ, നമ്മുടെ അതിർത്തി ചേഞ്ച് ചെയ്യാം, സ്റ്റേറ്റുകളുടെ അതിർത്തി ചേഞ്ച് ചെയ്യാം, സ്റ്റേറ്റിന്റെ പേര് മാറ്റാം, ഒരു സ്റ്റേറ്റിനെ 2 ആക്കി മാറ്റാം, 2 സ്റ്റേറ്റിനെ 3 ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 സ്റ്റേറ്റിനെ ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റാം. ഈ പവേഴ്സ് എല്ലാം പാർലമെന്റിന് നൽകുന്നത് ആർട്ടിക്കിൾ 3 ഇത്രയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? സുബിൻ ലാൽ, ഡൗട്ട് ഒന്നുകൂടെ പറയണോ? ക്ലിയർ ആണോ? സുബിൻ ലാൽ ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? പക്ഷെ ആർട്ടിക്കിൾ 3 ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആർട്ടിക്കിൾ 3ക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ നോർമലി ആർട്ടിക്കിൾ 3 അനുസരിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിലോ നമുക്ക് ഫസ്റ്റ് തന്നെ പ്രസിഡന്റിന്റെ പ്രീ റെക്കമെൻഡേഷൻ ആ ഒരു ബില്ലിന് വേണം. ഓക്കെ, പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യണം. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷന് ശേഷം തന്നെ എന്ത് ചെയ്യണം? കൺസേൺഡ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിന്റെ ബൗണ്ടറി ആണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, അല്ലെ ഏത് സ്റ്റേറ്റിന്റെ പേരാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, അവരുടെ ഒരു കൺസെന്റ് കൂടെ ചോദിക്കണം. കൺസെന്റ് ചോദിക്കുക എന്നുള്ളത് ഒരു പ്രൊസീജിയർ മാത്രമാണ്. ഇപ്പൊ സ്റ്റേറ്റ് പെർമിഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും സെൻട്രൽ, അതായത് പാർലമെന്റിന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു പ്രൊസീജിയർ ആയിട്ട് സ്റ്റേറ്റിന്റെ അടുത്ത് ചോദിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആർട്ടിക്കിൾ 3. പിന്നീട് വരുന്നത് ആർട്ടിക്കിൾ 4 ആണ്. ആർട്ടിക്കിൾ 4 പറയുന്നത് ഈ ഒരു പ്രൊസീജിയർ, അതായത് ആർട്ടിക്കിൾ 2, 3 അനുസരിച്ച് നമ്മൾ പുതിയ ഒരു സ്റ്റേറ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് അണ്ടർ ആർട്ടിക്കിൾ 368 ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആർട്ടിക്കിൾ 368 ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊള്ളൂ. അപ്പൊ അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ്. അതിനൊരു സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ വേണം പാർലമെന്റിൽ. അപ്പോൾ ആർട്ടിക്കിൾ 368 അനുസരിച്ചിട്ടല്ല നമ്മൾ 2 ഉം 3 ഉം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുതുതായിട്ട് ഒരു സ്റ്റേറ്റിനെ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി ചേഞ്ച് ചെയ്യാനോ പാർലമെന്റിന് സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട, സിമ്പിൾ മെജോറിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. സച്ച് ലോസ് ക്യാൻ ബി പാസ്ഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി. പുതുതായിട്ട് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുകയോ, അതായത് ഇപ്പൊ കശ്മീരിനെ യൂണിയൻ ടെറിട്ടറീസ് ആക്കി ലഡാക്ക് ആയിട്ടും കശ്മീർ ആയിട്ടും ജമ്മു ആൻഡ് കശ്മീർ ആക്കിയിട്ടും നമ്മൾ ഡിമാർക്കേറ്റ് ചെയ്തു അല്ലെ? അതിനൊരു സിമ്പിൾ മെജോറിറ്റി മതി പാർലമെന്റിൽ. ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 4. യെസ് സർ, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ദെൻ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനു മുൻപ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് അറിഞ്ഞു വെക്കണം നമ്മുടെ സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷൻസിനെ കുറിച്ചിട്ട്. ഈ ഒരു എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ GK ഭാഗമായിട്ട് നിങ്ങൾ ഒരു അക്വയർ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ 1952 നമ്മൾ ലിംഗ്വിസ്റ്റിക് ബേസിസിലായിട്ട് സ്റ്റേറ്റിനെ ഫോം ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക് ബേസിസിലായിട്ട് 1952 ആദ്യമായിട്ട് ഫോം ചെയ്ത സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, പിന്നീട് ഈ ഡിമാൻഡ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായപ്പോൾ 1952 ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ പേരായിരുന്നു ഫസൽ അലി കമ്മീഷൻ. ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു നമ്മുടെ രാജ്യത്തെ സ്റ്റേറ്റുകളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ 1956 നമ്മുടെ കേരളം അടക്കം ഒരുപാട് സ്റ്റേറ്റുകൾ ഫോം ചെയ്തു. ഓക്കെ, പിന്നെ 1960 നടന്ന ഒരു മേജർ ആയിട്ടുള്ള ഡിവിഷൻ ആയിരുന്നു ബോംബെ ഡിവൈഡ് ചെയ്തിട്ട് മഹാരാഷ്ട്രയും ഗുജറാത്തും ആക്കി മാറ്റി. അതേപോലെ 62 നാഗാലാൻഡ്. നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, ഞാനത് പ്രത്യേകം പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ 1960 മഹാരാഷ്ട്രയും ഗുജറാത്തും ഫോം ചെയ്യുന്നത്. അതേപോലെ 1966 പഞ്ചാബ് ഡിവൈഡ് ചെയ്തിട്ട് ഹരിയാനയും പഞ്ചാബും ആക്കി മാറ്റുന്നത്. 1970 ഹിമാചൽ പ്രദേശ് ആക്ട്. അതേപോലെ മണിപ്പൂർ, ത്രിപുര, മേഘാലയ, UTs ഒക്കെ സ്റ്റേറ്റ് ആക്കി മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ജമ്മു ആൻഡ് കശ്മീരിന്റെ റീഓർഗനൈസേഷൻ ആണ്. ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ജമ്മു ആൻഡ് കശ്മീറും ലഡാക്കും ആക്കി ഡിവൈഡ് ചെയ്തു. അതിന് മുൻപ് 2014 ആന്ധ്രാപ്രദേശിനെ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം.
നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആണ്. വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് ഇപ്പൊ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക് ആയിരുന്നു. ഒരു വർഷം മുൻപ് വരെ നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഒക്കെ പാർലമെന്റ് പാസ് ചെയ്തു. വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നു. അപ്പൊ ഈ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പാർട്ട് 2-ലാണ് സിറ്റിസൺഷിപ്പ് പറയുന്നത്. പാർട്ട് 2-ൽ ആർട്ടിക്കിൾ 5 to 11 ആണ് നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പൊ അതിനു മുൻപായിട്ട് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഈ സിറ്റിസൺഷിപ്പിനെ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. നമുക്ക് 2 തരത്തിലാണ് ഒരു രാജ്യത്ത് ജനങ്ങൾ ഉണ്ടാവുക. ഒന്ന് സിറ്റിസൺസ് എന്ന് പറയും, ആൻഡ് അനദർ പീപ്പിൾ ആർ കോൾഡ് ഏലിയൻസ് എന്ന് പറയും. സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ സിറ്റിസൺസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉള്ള ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. പക്ഷേ ഇപ്പൊ കാനഡയിൽ സിറ്റിസൺഷിപ്പ് ഉള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അക്ഷയ് കുമാർ കനേഡിയൻ സിറ്റിസൺ ആണ്. ഓക്കെ, അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ അല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം പുള്ളി ഏലിയൻ ആണ്. ഓക്കെ, ഇപ്പൊ സിറ്റിസൺസിന് മാത്രമായിട്ട് ചില പ്രത്യേക റൈറ്റ്സ് നമ്മുടെ രാജ്യം നൽകുന്നുണ്ട്. ഇപ്പൊ എല്ലാ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും സിറ്റിസൺസിന് നൽകുന്നുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ഈ ഏലിയൻസിനെ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഫ്രണ്ട്ലി ഏലിയൻസും എനിമി ഏലിയൻസ് എന്ന് പറയാം. ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ടേംസിൽ നിലനിൽക്കുന്ന ഫ്രണ്ട്ലി റിലേഷൻ ഉള്ള രാജ്യത്ത് നിന്നുള്ള ആളുകളെ നമ്മൾ ഫ്രണ്ട്ലി ഏലിയൻസ് എന്ന് പറയും. എനിമി ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് വാർ പ്രഖ്യാപിച്ച ഒരു രാജ്യത്ത് നിന്നുള്ള ആളുകളെ നമ്മൾ എനിമി ഏലിയൻസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സിറ്റിസൺസിന് മാത്രമായിട്ട് ചില റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. ഓൺലി ഫോർ ദ സിറ്റിസൺസ്. ഓക്കെ, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുകയാണെങ്കിൽ ദ റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 15 പറയുന്നതാണ് ഇന്ത്യൻ സിറ്റിസൺസിനെ റേസിന്റെ അടിസ്ഥാനത്തിലോ റിലീജിയന്റെ അടിസ്ഥാനത്തിലോ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ സെക്സിന്റെ അടിസ്ഥാനത്തിലോ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുതെന്ന് പറയുന്നുണ്ട്. ദാറ്റ് റൈറ്റ് അവൈലബിൾ ഓൺലി ടു ദ സിറ്റിസൺസ് ഓഫ് ദിസ് കൺട്രി. പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഈ റൈറ്റ് അവൈലബിൾ അല്ല. അതേപോലെ ആർട്ടിക്കിൾ 16 പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. നമ്മുടെ പബ്ലിക് എംപ്ലോയ്മെന്റിൽ, അതായത് നമ്മുടെ PSCയും UPSCയും ഒക്കെ നടത്തുന്നത് നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി നൽകുന്നതിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ പാടില്ല. അതും സിറ്റിസൺസിന് മാത്രമുള്ള റൈറ്റ് ആണ്. ഏലിയൻസിന് ഈ റൈറ്റ്സ് അവൈലബിൾ അല്ല. അതേപോലെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, അതും സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 19 ആണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അത് ഏലിയൻസിന് അവൈലബിൾ അല്ല. ഏലിയൻസ് മീൻസ് ഫോറിനേഴ്സ്. ഓക്കെ, അതേപോലെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആർട്ടിക്കിൾ 29 and 32. അതേപോലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്, ഇലക്ഷനിൽ മത്സരിക്കാനുള്ള റൈറ്റ്, അതേപോലെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജസ് ആവാനുള്ള റൈറ്റ്, അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റും മറ്റ് ഗവൺമെന്റ് സർവീസിലേക്കൊക്കെ. Any issues? Sir, കുറച്ച് സ്പീഡ് ഓട്ടാമോ? ഇഷ്യൂ ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സെർട്ടൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലേക്കും ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ നമ്മുടെ MLA, MP, ഇതൊക്കെ ആയി മത്സരിക്കണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺസ് ആയിരിക്കണം. ഓക്കെ, അതേപോലെ ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യണോ? ഫൈൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനലി സിറ്റിസൺഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 5 to 11 ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനലി സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിൽ എന്താ ഒരു കാര്യം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 5 to 11 അകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്ന സമയത്ത് ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ് എന്നുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ, അതായത് സിറ്റിസൺഷിപ്പുമായിട്ട് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള റൈറ്റും പാർലമെന്റിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പാർലമെന്റ് ആണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സുപ്രീം കോടതി ജഡ്ജും ഒന്നും നമ്മുടെ സിറ്റിസൺസിന് മാത്രമേ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, മുഹമ്മദ് കറക്റ്റ് ആയില്ലേ? ക്ലിയർ അല്ലേ ഡൗട്ട്? മുഹമ്മദ് അലി, ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 5 to 11 പറയുന്നതാണ് നമ്മുടെ ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് എന്നുള്ളത്. അപ്പൊ അതിൽ എന്താ പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ 5 to 11 അകത്ത് ആ സമയത്ത്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത 1949 ആ ഒരു സമയത്ത് 1950s ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ബൈ ഡൊമിസൈൽ, ബൈ രജിസ്ട്രേഷൻ, ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മറ്റു കാര്യങ്ങളെല്ലാം പാർലമെന്റിന് പൂർണ്ണമായിട്ടും നൽകിയിരിക്കുകയാണ്. പാർലമെന്റിന് പൂർണ്ണമായിട്ടും ഡിസൈഡ് ചെയ്യാം ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ല, ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ആർട്ടിക്കിൾ 5 പറയുന്നതാണ് സിറ്റിസൺ ബൈ ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബോൺ ചെയ്ത ഒരാള്, അതായത് 1947 ആ സമയത്ത് ഇന്ത്യയിൽ ബോൺ ചെയ്ത ആൾ, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ് ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതിന്റെ 5 വർഷം മുൻപ് മുതൽ ഇന്ത്യയിൽ താമസിക്കുന്ന ആള്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന സിറ്റിസൺ ബൈ ഡൊമിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 11 ആണ് പറയുന്നത് നമ്മുടെ പാർലമെന്റിന് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാം. അതനുസരിച്ചിട്ട് നമ്മുടെ പാർലമെന്റ് 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പാസ് ചെയ്തു. ആ സിറ്റിസൺഷിപ്പ് ആക്ടിലാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന അമെന്റ്മെന്റ്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, CAA എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു നിയമത്തിൽ പുതുതായിട്ട് ചേഞ്ച് വരുത്തുന്നതിനെയാണ് നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ട് അനുസരിച്ചിട്ട് ആരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണെന്നുള്ളതൊന്നും നമുക്ക് വളരെ ബ്രീഫായിട്ട് ഒന്ന് പോവാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ബൈ ബർത്ത് ആണ്. ബൈ ബർത്ത് നമുക്ക് 1987 വരെ, അതായത് എ പേഴ്സൺ ബോൺ ഇൻ ഇന്ത്യ on or after 26 January 1950 but before 1st July 1987, irrespective of nationalities of his parents, he is a citizen of India. എന്ന് വെച്ചാൽ 1987 വരെ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള parents belong to other country. അതൊരു കൺസിഡറേഷനേ അല്ല. അതായത് ഒരു അമേരിക്കൻ സിറ്റിസണിന് ഇന്ത്യയിൽ വന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായാൽ അവൻ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു ബൈ ബർത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് 1987 വരെ. ഓക്കെ, 1987 ഗവൺമെന്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതനുസരിച്ചിട്ട് ആഫ്റ്റർ 1987 ഐദർ ഓഫ് ദ പാരന്റ്, എന്ന് വെച്ചാൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അവരുടെ കുട്ടി ഇന്ത്യയിൽ ബോൺ ചെയ്താൽ അവർക്ക് ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് ലഭിക്കുള്ളൂ. ക്ലിയർ ആണോ? 1987. ഓക്കെ, ഇത് വീണ്ടും അമെന്റ്മെന്റ് ചെയ്തു 2004. അമെന്റ്മെന്റ് അനുസരിച്ചിട്ട് ഐദർ ഓഫ് ദി പാരന്റ് ആൻഡ് അതർ ഈസ് നോട്ട് ആൻ ഇല്ലീഗൽ മൈഗ്രന്റ്, എന്ന് വെച്ചാൽ രണ്ടിൽ ആരെങ്കിലും ഒരു പാരന്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുകയും വേണം, മറ്റേ ആള് ഒരു ഇല്ലീഗൽ മൈഗ്രന്റ് ആവാനും പാടില്ല. ക്ലിയർ ആണോ? എന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ ബംഗ്ലാദേശി ഇല്ലീഗൽ ആയിട്ട് ഇന്ത്യയിൽ വന്ന ഒരു മൈഗ്രന്റ് ആണെങ്കിൽ അവർക്ക് പ്രോപ്പർ പേപ്പർ ഒന്നും ഇല്ല എങ്കിൽ അവരെ മാരേജ് ചെയ്തു, ഒരു ഇന്ത്യൻ സിറ്റിസൺ മാരേജ് ചെയ്തു, അവർ ഇല്ലീഗൽ മൈഗ്രന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ബൈ ബർത്ത് ലഭിക്കില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. ബൈ ബർത്ത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബൈ ഡെസെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ബൈ ഡെസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ ബിഫോർ 10th December 1992 ഇഫ് ഹിസ് ഫാദർ വാസ് ഇന്ത്യൻ സിറ്റിസൺ. 1992 വരെ നമുക്കുണ്ടായിരുന്ന നിയമം എന്തായിരുന്നു എന്ന് വെച്ചാല്, ഇപ്പോ നമുക്കറിയാം നമ്മളെ ഒരുപാട് പേരൊക്കെ നമ്മുടെ പാരന്റ്സും പലരും ഫോറിൻ കൺട്രീസിൽ അബ്രോഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, എസ്പെഷ്യലി ഇൻ അമംഗ് കേരളൈറ്റ്സ്. മെനി ഓഫ് ദ പീപ്പിൾ വർക്ക്സ് അബ്രോഡ്, അല്ലെ? NRIs ആണ്, അല്ലെ? അപ്പൊ NRIs ആയിട്ടുള്ള ആളുകൾക്ക് പുറത്ത് വെച്ചിട്ട് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ബൈ ഡെസെന്റ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ബോൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇപ്പൊ 1992 വരെ ഉണ്ടായിരുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ
പുറത്ത് വെച്ചൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഫാദർ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഇതായിരുന്നു നിയമം. പക്ഷെ ഇത് വളരെ ജെൻഡർ ഭയങ്കരമായിട്ട് നമ്മളൊരു ഫെയർനെസ് ഇല്ലാത്തതാണ് അല്ലെ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അല്ലെ, ഫീമെയിൽസിന് നേരെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ഈ ഒരു നിയമത്തിൽ അല്ലെ. അതുകൊണ്ട് തന്നെ 1992 ഗവൺമെന്റ് ഈ ഒരു നിയമത്തിൽ ചേഞ്ച് കൊണ്ടുവന്നു. ഈ ചേഞ്ച് അനുസരിച്ചിട്ട് ഐദർ ഓഫ് ഹിസ് പാരന്റ്സ്, അച്ഛനോ അമ്മയോ ആരായാലും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നാൽ മതി. പുറത്തുനിന്ന് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ഇന്ത്യൻ സിറ്റിസൺ ആണ്. 2004 വീണ്ടും ഇതിലൊരു ചേഞ്ച് കൊണ്ടുവന്നു ഗവൺമെന്റ്. അതനുസരിച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ബർത്ത് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് ഇന്ത്യൻ കോൺസുലേറ്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ എംബസി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് സിറ്റിസൺഷിപ്പിന് റൈറ്റ് ഉണ്ടാവുള്ളൂ. വിത്തിൻ അതിന് പ്രിസ്ക്രൈബ് പെർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നമുക്ക് റിലാക്സേഷൻ ഒക്കെ നൽകാവുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ്. ഓക്കെ, ബൈ ഡെസെന്റ് ക്ലിയർ ആണോ? സിറ്റിസൺഷിപ്പ് ബൈ ഡെസെന്റ് ക്ലിയർ ആണോ? റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, ദെൻ ബൈ രജിസ്ട്രേഷൻ ആണ് അടുത്ത സിറ്റിസൺഷിപ്പ്. ബൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതായത് ഇന്ത്യൻ ഒറിജിൻ ഉള്ള പേഴ്സൺ, അതായത് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്ന ആളുകൾ വേണമെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവർക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാം. അപ്പൊ അവർക്ക് പിന്നീട് വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ബൈ രജിസ്ട്രേഷനിലൂടെ വരണമെന്ന് തോന്നിയാൽ വരാം. സിറ്റിസൺ ആയിട്ട് വരണമെന്ന് തോന്നിയാൽ ബൈ രജിസ്ട്രേഷനിലൂടെ മാത്രമേ അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുള്ളൂ, ഇന്ത്യൻ ഒറിജിൻ. അപ്പൊ അവർ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ 7 വർഷത്തോളം താമസിക്കണം. എന്നിട്ടാണ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ അവർക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുക. ഇപ്പൊ അക്ഷയ് കുമാർ നേരത്തെ പറഞ്ഞ അക്ഷയ് കുമാറിന് കനേഡിയൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞു അല്ലെ. അക്ഷയ് കുമാറിന് നാളെ തോന്നുകയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കണമെന്ന്. അപ്പൊ പുള്ളിക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുക ബൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ്. ക്ലിയർ ആണോ? അനദർ മെക്കാനിസം ആണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം ഫോറിനർ ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ ഫോറിനർ ആയിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ വന്ന് കുറെ വർഷം ഇവിടെ താമസിച്ചു. ഇപ്പൊ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് 14 വർഷമാണ്. അപ്പൊ 14 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഗവൺമെന്റിന് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിറ്റിസൺഷിപ്പ് നൽകാവുന്നതാണ്. ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ടൈം ലിമിറ്റ് ഒന്നും ഇല്ലാതെ തന്നെ. ഇപ്പൊ എമിനന്റ് പേഴ്സൺ, ഇപ്പൊ ആർട്ട്, ലിറ്ററേച്ചർ, മൂവീസ്, ഇങ്ങനെ എന്തിലും കഴിവ് തെളിയിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ഗവൺമെന്റിന് വേണമെങ്കിൽ ഈ ഒരു 14 വർഷം അല്ലെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയകൾ പറയുന്നുണ്ട്. ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം. അപ്പൊ ഈ ക്രൈറ്റീരിയകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് നൽകാവുന്നതാണ്. ഇത്രയാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുക. ഒന്ന് ബൈ റിനൗൺസിയേഷൻ ആണ്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടമാവും. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദ കൺസെപ്റ്റ് ഓഫ് ഡബിൾ സിറ്റിസൺഷിപ്പ്, വി ഹാവ് ദ കൺസെപ്റ്റ് ഓഫ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ വേറൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് റിനൗൺസ് ആവും, നഷ്ടപ്പെടും. പിന്നീടുള്ളത് ബൈ ടെർമിനേഷൻ ആണ്. അതേപോലെ ബൈ ഡെപ്രിവേഷനും ആണ്. ഇപ്പൊ ഡെപ്രിവേഷൻ എന്ന് വെച്ചാൽ നമ്മള് ഫ്രോഡ്ഫുള്ളി ആയിട്ട് നമ്മളൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്തു. മീൻസ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ ഫ്രോഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണ് അക്വയർ ചെയ്തതെങ്കിൽ ഡെപ്രിവേഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടും. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിനൗൺസ് ചെയ്യാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. ടെർമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. അതായത് മറ്റൊരു രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ആവും. ഓക്കെ, ആ പറഞ്ഞതിൽ ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റിനൗൺസ് ചെയ്യാം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമുക്ക് വേണ്ടെന്ന് പറയുക. ഓക്കെ, ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തിന്റെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. ഡെപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രോഡ് ആയിട്ടാണ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എടുത്തതെങ്കിൽ ഡിപ്രൈവ് ആവും. ഇതാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത്രയും ക്ലിയർ ആണോ? പാർട്ട് 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പാർട്ട് 2 എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതോ എന്തെങ്കിലും ഡൗട്ടോ വരുന്ന ഏരിയ ഉണ്ടോ? ഓക്കെ അല്ലേ? അടുത്ത പാർട്ടിലേക്ക് പോവാമോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ.
നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. കേട്ടിട്ടുണ്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ്? ഓക്കെ, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് കോടതിയുടെ പരിഗണനയിലാണുള്ളത്. അപ്പൊ നമ്മൾ അതിൽ ഇപ്പൊ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. പാർലമെന്റിന് പവേഴ്സ് ഉണ്ട് സിറ്റിസൺഷിപ്പ് ഏത് രീതിയിലും അമെന്റ്മെന്റ്സ് വരുത്താൻ. പക്ഷേ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ നടത്താൻ പാടില്ല എന്നൊക്കെ, റിലീജിയൻ ബേസ്, റേസ്, കാസ്റ്റ് ഇതിന്റെ ബേസിലൊന്നും സിറ്റിസൺസിന്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ സുപ്രീം കോടതി ഫൈനൽ ഡിസിഷൻ എടുക്കും. അപ്പോൾ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പറയുന്നത് അത് സിറ്റിസൺ ആയിട്ടുള്ളവരെ ബാധിക്കുന്നതല്ല, പുതുതായിട്ട് സിറ്റിസൺഷിപ്പിന് വേണ്ടി ശ്രമിക്കുന്നവരെ ബാധിക്കുന്നതാണെന്നാണ്. അപ്പൊ അതിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ ആവും നമ്മൾ കമന്റ് എന്തെങ്കിലും പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് സുപ്രീം കോടതി എന്താണ് അതിൽ ജഡ്ജ്മെന്റ് ഒക്കെ വരുത്തുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പാർലമെന്റിന് പവേഴ്സ് ഉണ്ട്. സിറ്റിസൺഷിപ്പ് മീൻസ് സിറ്റിസൺഷിപ്പ് ആക്ടിനെ അമെന്റ് ചെയ്യാനും എല്ലാ പവേഴ്സും കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കുമ്പോൾ ആ ഒരു ഏരിയ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ് ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഒക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലൊക്കെ വലിയ രീതിയിൽ ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നൊക്കെ പലരുടെയും സ്പീച്ചിലൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്തെ സിറ്റിസൺസിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില റൈറ്റുകൾ നൽകുന്നുണ്ട്. ഈ റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ, yes, like right to speak, right to express our opinion, right to life, right to education, അതേപോലെ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റിലീജിയസ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ, ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്താന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഈ റൈറ്റുകളൊക്കെ സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇത് സാധാരണഗതിയിൽ ഒരു നിയമത്തിലൂടെ പാർലമെന്റിനോ അതേപോലെ മറ്റ് സ്റ്റേറ്റ് അതോറിറ്റീസിനോ തന്നെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് സിറ്റിസൺസിന് നൽകുന്ന ഒരു അഷ്വറൻസ് ആണ്, അല്ലെങ്കിൽ സിറ്റിസൺസിന് നൽകുന്ന ഒരു പ്രിവിലേജ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റ് ഹോൾ പവർഫുൾ ആയിട്ട് നിന്നിട്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചാൽ ഇന്ത്യയിൽ പോസിബിൾ അല്ല. ബിക്കോസ് വി ഹാവ് ദ ചെക്സ് ആൻഡ് ബാലൻസസ്. So actually it limits the powers of the parliament or state. സ്റ്റേറ്റിന്റെ പവർ ലിമിറ്റ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യാണ് പാർലമെന്റിന് ഇന്ന ടോപ്പിക്കിലൊക്കെ പവർ എന്ത് വേണമെങ്കിലും നിയമം കൊണ്ടുവരാം. പക്ഷേ ഈ ഫണ്ടമെന്റൽ റൈറ്റ് വരുന്ന ഏരിയയിൽ പാർലമെന്റിന് കത്രിക വെക്കാൻ പറ്റില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസി, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡെമോക്രസി വേണം എന്തായിരിക്കണോ? നമുക്ക് ഡിസെന്റ് ചെയ്യാനുള്ള റൈറ്റ് വേണം, നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് വേണം, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഫണ്ടമെന്റൽ റൈറ്റ് എന്താന്നൊരു വേറെ ഐഡിയ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് ഡയറക്ട്ലി നമ്മൾ സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊക്കെ എല്ലാ ആളുകളും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെ? ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ടാവും, സ്റ്റോറീസ് ഒക്കെ ഇടുന്നുണ്ടാവും. അപ്പൊ നാളെ കേരള സർക്കാർ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നാളെ മുതൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ, ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നും തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെന്റിനോ സ്റ്റേറ്റിനോ പറ്റുമോ? ഇല്ല, പറ്റില്ല. ബിക്കോസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നൽകുന്നതാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അപ്പൊ അതിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരാൻ പാർലമെന്റിനോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ പറ്റില്ല. അപ്പൊ ക്ലിയർ ആയോ? എന്താണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ള ഒരു മിനിമം ഐഡിയ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അതാണ് എന്റെ ഉദ്ദേശം. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പൊ ബ്രീഫ് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. ആ ഒരു ക്ലാസ്സിന് മുൻപ് നിങ്ങളെ പോലെ ഇതേപോലെ ഒരു ക്ലാസ്സിൽ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. ഞാൻ DUലെ CLCയിലെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, നിങ്ങൾക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അതിന് മുൻപ് തന്നെ പഠിക്കാൻ പറ്റും.
ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഡൗട്ട് വരുന്ന ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല, ജസ്റ്റ് ബ്രീഫ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ഇനി ഫണ്ടമെന്റൽ റൈറ്റിനെ അതിന്റെ ചെറിയ ഒരു ബേസിസിലായിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3 പറയുന്നത് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ്. ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ. ഓക്കെ, ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാം. 12 സ്റ്റേറ്റിന്റെ ഏരിയ ഞാൻ പറയാം, അതിന് മുൻപ് റൈറ്റ് ചെയ്യാം. റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്, അതായത് ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി. ഇതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ എൻട്രൻസിന് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. റൈറ്റ് ടു ഫ്രീഡം ആണ് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് ആർട്ടിക്കിൾ 23 and 24. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് ആർട്ടിക്കിൾ 25 to 28. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 29 and 30. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ആർട്ടിക്കിൾ 32. ക്ലിയർ ആണോ? ആ ഒരു ഡിഫറൻസിയേഷൻ ക്ലിയർ ആണോ? ആ ഒരു ഡിവിഷൻ എങ്ങനെയാണുള്ളത് ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 23 and 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റിലീജിയസ് ഫ്രീഡം. ആർട്ടിക്കിൾ 29 and 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്. ആർട്ടിക്കിൾ 32 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് നമുക്ക് സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്യാനുള്ള റൈറ്റ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, പ്രൊസീഡ് ചെയ്യട്ടെ, മുമ്പോട്ട് ഫർദർ പോകട്ടെ, മൂവ് ചെയ്യട്ടെ. ഓക്കെ, ആർട്ടിക്കിൾ 12 ആണ് നമ്മുടെ പാർട്ട് 3 ഫസ്റ്റ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 12 പറയുന്നത് ഡിഫൈൻ ചെയ്യാണ് വാട്ട് ഈസ് സ്റ്റേറ്റ് എന്നുള്ളത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2-3 ദിവസം മുമ്പ് കേരളത്തിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരു ഭരണപക്ഷത്തെ MLA സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. എന്താണ് സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള പവേഴ്സ് ഉള്ളത് ഒന്നുകിൽ പാർലമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഓർഡർ നൽകുക. യെസ്, സ്വരാജാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, അൻഷിത് പറഞ്ഞത് ശരിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർഡർ നൽകുക, അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇവരൊക്കെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നതും നിയമങ്ങൾ കൊണ്ടുവരുന്നതും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, അല്ലേ? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം സ്റ്റേറ്റ് എന്താന്നുള്ളത്. എന്നാൽ മാത്രമല്ല ഈ സ്റ്റേറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങളിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റുള്ളൂ ഫണ്ടമെന്റൽ റൈറ്റിന്. അപ്പൊ ആർട്ടിക്കിൾ 12 ചെയ്യുന്നത് എന്താ സ്റ്റേറ്റ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആൻഡ് പാർലമെന്റ് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റും നമ്മുടെ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയും രാജ്യസഭയും കൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ പാർലമെന്റ്. ഓക്കെ, അതാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ് ആണ്, അതായത് നമ്മുടെ പ്രസിഡന്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എല്ലാവരും കൂടെ കൂടി ചേരുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആരാണ് സ്റ്റേറ്റ് ഗവൺമെന്റ്? സ്റ്റേറ്റ് ഇപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് അണ്ടർ ദ പിണറായി ഗവൺമെന്റ് ആണ്, അല്ലെ? പിണറായിയുടെ ലീഡർഷിപ്പിലാണ് കേരളത്തിലെ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പോ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ആണ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അതേപോലെ സ്റ്റേറ്റ് അസംബ്ലി ആണ്, നമ്മുടെ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസംബ്ലി ആണ്. അസംബ്ലിയിലാണ് നമ്മൾ നിയമങ്ങൾ നിർമ്മിക്കുന്നത്, അല്ലെ? അതേപോലെ ഓൾ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതാണ് ഓൾ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ വേറെ ഒരു ടേമും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടേം ആയിരുന്നു. കാരണം അതിന് മുകളിൽ ഒരുപാട് ഡിബേറ്റുകൾ വന്നു. അതിങ്ങനെയാ പറയുന്നത്, അതർ അതോറിറ്റീസ് എന്നുള്ളത്.
അപ്പൊ എന്താണ് ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ വലിയ രീതിയിൽ വന്നു. അപ്പൊ അതിൽ നിരവധി സുപ്രീം കോടതി നിരവധി കേസുകളിലൂടെയൊക്കെ ഡിസൈഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ആണ് BSNL, KSRTC, KCB, ഗെയിൽ, ഇങ്ങനെ ഉള്ള അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ട് ആ ഒരു സ്ഥാപനത്തിന് ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് ഗവൺമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബോഡിയും കൂടെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരെല്ലാം വരും? നമ്മുടെ പാർലമെന്റ് വരും, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് വരും, സ്റ്റേറ്റ് അസംബ്ലി വരും, നമ്മുടെ ലോക്കൽ അതോറിറ്റീസ് വരും. അതേപോലെ ഗവൺമെന്റ് ഫണ്ടിങ് ഉള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതോറിറ്റി ഉള്ള ഇപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെ മറ്റു സ്ഥാപനങ്ങൾ എല്ലാം തന്നെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ഓക്കെ ആണോ? ഇന്ത്യൻ റെയിൽവേ വരും, ഉറപ്പായും വരും. ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, ഇത് ഞാനൊരു എക്സാമ്പിൾസ് മാത്രമായിട്ട് 4 കൊടുത്തതാണ്. ഇതേപോലെയുള്ള ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, അതെല്ലാം സ്റ്റേറ്റ് ആയിട്ട് വരും. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, KCB, ഇതൊക്കെ വരും. ഓക്കെ, ഈവൻ BCCI സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സുപ്രീം കോടതി പറഞ്ഞു BCCI നമ്മുടെ ക്രിക്കറ്റിന്റെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രത്തോളം ബ്രോഡാണ്. ഓക്കെ, സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരും. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? Yes, sir. Okay. Then Article 13 ആണ്. Article 13 പറയുന്നത് all laws that in with or in derogation of എല്ലാ നിയമങ്ങളും അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമം. മനസ്സിലായോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം, നിങ്ങൾക്ക് വേണ്ട ഞാൻ ഒന്നും കൂടെ വേറൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ശബരിമല കേസ് ആർട്ടിക്കിൾ 14 പറയുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് അതിൽ ക്ലാരിറ്റി വരും. ആ സമയത്ത് പറയാം, ആർട്ടിക്കിൾ 14 എടുക്കുമ്പോൾ പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നിയമം കൊണ്ടുവന്നു, നാളെ മുതൽ ഫേസ്ബുക്കിൽ നിങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നാൽ that laws actually are inconsistent with or derogation of the fundamental right അല്ലേ? ആർട്ടിക്കിൾ 19 വയലേഷൻ ആണ്. അപ്പൊ ആ നിയമം എന്താണ്? വോയിഡ് ആണ്. അപ്പൊ അത് സുപ്രീം കോടതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്താൽ ആ നിയമത്തെ സുപ്രീം കോർട്ട് will be strike down that law. All laws that are inconsistent with or in derogation of any of the fundamental right shall be void. Okay അല്ലേ? ഓക്കെ അല്ലേ? ആർട്ടിക്കിൾ 13. അപ്പൊ ആർട്ടിക്കിൾ 13 ആണ് നമുക്ക് സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ ശരിക്കും നൽകുന്നത്. ഇൻഹിറന്റ് ആയിട്ട് നമ്മുടെ ജുഡീഷ്യറിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു പവർ നൽകുന്നത് ആർട്ടിക്കിൾ 13 ആണ്. ബിക്കോസ് ഒരു ലോ ഇൻകൺസിസ്റ്റന്റ് ആണോ അല്ലേ എന്നുള്ളത് ജുഡീഷ്യറിയാണ് ചെക്ക് ചെയ്യുക. അപ്പോ ജുഡീഷ്യറിക്ക് എന്ത് ലഭിച്ചു? ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവേഴ്സ് ലഭിച്ചു അണ്ടർ ആർട്ടിക്കിൾ 13. ക്ലിയർ ആണോ? ആർട്ടിക്കിൾ 13 ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇനി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് കൃത്യമായിട്ട് പോവുകയാണ്. എന്തെല്ലാമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്നുള്ളതാണ്. ഇപ്പോ ആർട്ടിക്കിൾ 14 ആണ് പ്രധാനമായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫണ്ടമെന്റൽ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള, നമ്മളിപ്പോ പറഞ്ഞത് സ്റ്റേറ്റിന്റെ ഡെഫിനിഷനും ഫണ്ടമെന്റൽ റൈറ്റ് വോയിഡ് ആണെന്ന് പറഞ്ഞു. റൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി നേരത്തെ പറഞ്ഞു. റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ആണെന്ന് പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ് ആണ് ആർട്ടിക്കിൾ 14. ഈ ആർട്ടിക്കിൾ 14 എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും അവൈലബിൾ ആണ്. whether they belongs to Indian citizen or not, Article 14 is applicable to all person in India. Okay, ഇത് ഇംഗ്ലീഷ് കൺസെപ്റ്റ് ആണ്. ഇംഗ്ലീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ചെയ്തതാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ നമ്മൾ ആർട്ടിക്കിൾ 14 പറയുന്നത് ഓൾ പേഴ്സൺ, അതായത് നമ്മുടെ നമ്മൾ എല്ലാ ആളുകൾക്കും ഇക്വാലിറ്റി ബിഫോർ ദി ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോയും. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദി സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദി ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു.
അപ്പൊ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ആർട്ടിക്കിൾ 12 ഡിസ്കസ് ചെയ്തു അല്ലെ. ആ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ, കേട്ടോ, എനി പേഴ്സൺ ആണ് പറയുന്നത്, സിറ്റിസൺ അല്ല. അപ്പൊ എനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കുമാണ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ദി ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്നും അതേപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നും. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നും. ഓക്കെ, the state shall not deny any person equality before the law, equal protection of law. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ലാതിരിക്കുക. എല്ലാ ആളുകളും നിയമത്തിന് മുൻപിൽ തുല്യരാണ്. നോ പേഴ്സൺ ഈസ് എബോവ് ദ ലോ ഓഫ് ദ ലാൻഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താലും ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താലും രണ്ടുപേരും നിയമത്തിന് മുൻപിൽ തുല്യരാണ്. ഇക്വാലിറ്റി ബിഫോർ ദി ലോ. ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ് ഇൻ ദ ഐസ് ഓഫ് ലോ. അപ്പൊ നമുക്ക് ഈ ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ എമേർജ് ചെയ്യുന്നതിന് മുൻപ് ഇപ്പൊ കിങ് ഒക്കെ ആയിരുന്ന സമയത്ത് എന്തായിരുന്നു? കിങ് ഈസ് ദ ലോ ആയിരുന്നു. കിങ് ആണ് നിയമം. കിങ് എന്താണോ പറയുന്നത് അതാണ് നിയമം. പക്ഷെ ഇപ്പൊ എന്തായി? ലോ ഈസ് ദ കിങ് ആയി മാറി. നമ്മൾ അതിനെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നു. പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി, ഞാൻ അതിലേക്ക് വരാൻ പോവുകയാണ്. ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇക്വാലിറ്റി ബിഫോർ ദി ലോ എന്ന് പറയുന്നതിന്. ഇക്വാലിറ്റി ബിഫോർ ദി ലോ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രസിഡന്റിനും ഗവർണേഴ്സിനുള്ള ഇമ്മ്യൂണിറ്റീസ്. അതേപോലെ നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡേഴ്സിനും ഫോറിൻ ഡിഗ്നിറ്ററീസിനുമുള്ള ഇമ്മ്യൂണിറ്റീസ്. ദാറ്റ് മീൻസ് ഇന്ത്യൻ പ്രസിഡന്റ് കപ്പാസിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയം അവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേ ഹാവ് ഇമ്മ്യൂണിറ്റി. അതേപോലെ ഗവർണർക്കും. പക്ഷെ അവരുടെ ടേം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 5 വർഷമല്ല ഇന്ത്യയിൽ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? പ്രസിഡൻഷ്യൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ എക്സെപ്ഷൻ ആണ്. ക്ലിയർ ആണോ? അത് ഗവർണർക്കും ഉണ്ട് അതേപോലെ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, ഇക്വാലിറ്റി ബിഫോർ ദി ലോ ക്ലിയർ ആയില്ലേ? എല്ലാവരും തുല്യരാണ്, നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ നമ്മുടെ റിസർവേഷൻ പോളിസി ഒക്കെ ഇല്ലേ? ഇപ്പൊ റിസർവേഷൻ പോളിസിയിലൊക്കെ ഇപ്പോ ചില ആളുകൾ പറയും നമ്മുടെ ഇക്വാലിറ്റിയുടെ വയലേഷൻ ആണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ അല്ലെ. പക്ഷേ അതാണ് നമ്മുടെ സെക്കൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഒറിജിനേറ്റ് ചെയ്തത് US കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് മീൻ ചെയ്യുന്നത് ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്. ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്. തുല്യരായിട്ടുള്ളവരെ തുല്യരായിട്ട് പ്രൊട്ടക്ട് ചെയ്യാം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ദളിത് കമ്മ്യൂണിറ്റി വളരെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരും ജനറൽ കമ്മ്യൂണിറ്റിയെ നമുക്ക് ഒരേപോലെ വെക്കാൻ പറ്റുമോ? ഇല്ല. കുറച്ചു പേര് വളരെ ഫോർവേഡ് ആണ്, ഇപ്പോൾ ഇതേപോലെയുള്ള ആളുകളായിട്ട് കൺസിഡർ ചെയ്യും. മീൻസ് ആ കമ്മ്യൂണിറ്റി നമുക്ക് റിസർവേഷൻ കൊടുക്കണം. ഇവിടെ അപ്പോൾ റിസർവേഷൻ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇക്വാലിറ്റി കേസിലാകുന്നത് ഇല്ല. ബിക്കോസ് ഇവർ ഈക്വൽ സർക്കംസ്റ്റൻസിലല്ല നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട് സർ.
ഇപ്പോയോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഈ ഒരു ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ പറഞ്ഞപ്പോ അല്ലേ ബ്രേക്കിംഗ് വന്നത്? ഇതിന് മുൻപ് പറഞ്ഞപ്പോ വന്നിരുന്നോ ഇക്വാലിറ്റി ബിഫോർ ദി ലോ? ഇക്വാലിറ്റി ബിഫോർ ദി ലോ ക്ലിയർ ആണ്, ഇപ്പോഴാണ് എറർ വന്നത്. ഓക്കെ ഫൈൻ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് നമ്മുടെ US കോൺസ്റ്റിറ്റ്യൂഷനിൽ എമേർജ് ചെയ്ത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ഈക്വൽ സർക്കംസ്റ്റാൻസസ്, ഒരേ സർക്കംസ്റ്റാൻസിലുള്ള ആളുകൾക്കിടയിൽ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്, ഒരേപോലുള്ള ആളുകളെ ഒരേപോലെ ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ റിസർവേഷൻ പോളിസി, ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് നമ്മൾ റിസർവേഷൻ നൽകുന്നുണ്ട് അല്ലേ? അപ്പൊ അവരും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളും ഈക്വൽ സർക്കംസ്റ്റാൻസിലാണോ? അല്ല, അവർ ഈക്വൽ സർക്കംസ്റ്റാൻസിലല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് നൽകാണ്. അപ്പൊ റിസർവേഷൻ പോളിസി ഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് അല്ല. ഈക്വൽ സർക്കംസ്റ്റാൻസിൽ നിൽക്കുന്നത് SC കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ മാത്രമാണ്. അപ്പൊ ക്ലിയർ ആണോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ? അതായത് ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഇൻ ഈക്വൽ സർക്കംസ്റ്റാൻസസ്, ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് അലൈക്ക്. ക്ലിയർ ആണോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ? വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മുടെ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ ഐഡിയ ഒന്നും കൂടെ ബ്രോഡ് ആണ്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ ഫൈൻ ഫൈൻ. ഓക്കെ, ക്ലാസ്സിൽ ന്യൂ ആണ്, കുഴപ്പമില്ല. ഐ തിങ്ക് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, അത് നിങ്ങൾ ആക്സസ് ചെയ്താൽ മതി. സൗണ്ട് ബ്രേക്കിംഗ് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആണോ? ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ക്ലിയർ ആണോ? ഷുവർ സർ, ക്ലിയർ ആണ്, ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 14 കഴിഞ്ഞു. ഓക്കെ, then article 15 ആണ്. Article 15 talks about right against discrimination. Article 15 പറയുന്നത് the state shall not discriminate of religion, race, sex, caste, place of birth or any of them. എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് സാധാരണഗതിയിൽ അതിന്റെ സിറ്റിസൺസിന് നേരെ റിലീജിയന്റെ ബേസിലോ റേസിന്റെ ബേസിലോ സെക്സിന്റെ ബേസിലോ കാസ്റ്റിന്റെ ബേസിലോ പ്ലേസ് ഓഫ് ബർത്തിന്റെ ബേസിലോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. Okay. I thought everyone from Kerala. That's why I took class in Malayalam. Okay. So I didn't know about non-Keralite students. No problem. I will talk in English. Okay, no problem. Okay. So the right against discrimination, the state shall not discriminate against citizens on ground only of religion, race, sex, caste, place of birth, any of them. Okay. But there are exceptions. Before that, Article 15(2) talks about no citizen shall be discriminated against or deny admission into public places such as shops, hotels, roads, wells, tanks, etc. on the ground only of religion, race, caste, sex, place of birth, or any of them. That means Indian citizen, okay, he shall not be discriminated or denied admission into any public place like eatery, hotels, shops, road, to take water from a well, to use a tank. This clearly shows that we shall not discriminate on the basis of caste, because in many places in India there are discrimination on the basis of caste. Okay, so there would be particular tank only for a particular caste, and these things actually forbidden by our constitution under Article 15(2). Clear? Article 15(2). Is that clear? Article 15(2) clear? Okay.
Then there are exception to this clause, like Article 15(3), Clause 3, Clause 4, Clause 5. These clauses empower state to make special provision in favor of certain categories of people. That means you can see for government posts, government service posts, there would be some reserved seats for women. Okay. So someone might think like, okay, there is a discrimination. Our constitution talk about we shall not discriminate on the basis of sex, but there is a discrimination on the basis of sex because women are getting more perks than men. We cannot say that because of Article 15, Clause 3. That empowers our constitution, our parliament or our state government to make special provision in favor of women and children. That in Clause 3, 4, 5 makes special provision for women, children, and backward class of citizens. That's why OBC people are getting reservation. They can make special provision for the advancement of backward class of people. Is that clear? Is that clear? Do I need to repeat? Okay, fine. Then Article 16. Article 16 talks about equality of opportunity. Excuse me, I think someone's forget to unmute his mic, I think. Article 16 talks equality of opportunity. The whole citizen in matters of public employment. Listen this word, public employment, not in private employment. Okay. So this article applicable only to public employment, public jobs. Just like the appointments made by the state public service commissions, central union public service commissions. Okay. So the state shall not discriminate on the basis of race, sex, religion, caste, place of birth, or residence. The state shall not make any law which says only Union Public Service Commission exam can return only a particular community or a particular person born in particular place. They cannot say that. So the state shall not discriminate against the citizen in matters of public employment on grounds only on religion, race, caste, sex, place of birth, or residence. But there is an exception regarding residence. Article 16, Clause 3 confers the power on the Parliament to provide by law prescribing residence as a ground for qualification in certain categories of employment under the state. That means if the state of Kerala wants to make a particular job completely reserved for the people of Kerala, then that power, actually that power, the state government do not have such power. So they will take the they will transfer that matters to Parliament, and Parliament will take a final call on that matter. Okay, and Parliament can make a law prescribing residence as the ground for qualification. So Parliament can make a law. Yeah, Malayalam is better. Okay, I will mix Malayalam and English both. Okay. So Parliament actually നമുക്ക് റെസിഡൻസിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. റെസിഡൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റിന്റെ ഒരു ജോബിന് വെക്കുകയാണെങ്കിൽ അത് പാർലമെന്റിന്റെ അപ്രൂവലോട് കൂടി, അതായത് പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് റെസിഡൻസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഒരു ജോബിന് വെക്കാൻ പറ്റുള്ളൂ. That's it. Article 13(3) confer only Parliament can make a law prescribing residence as the ground for qualification in certain categories of employment under the state. Is that clear? Is that clear? Clear, sir. Then similarly, we can find there are reservation of appointment of posts for backward class of citizen, scheduled caste of people. This comes under Article 16(4). Clause 4 and Clause 5 talks about that. Okay. Just have a brief idea about it. You don't need to go into detail. Okay. Just have a brief detail. Means a brief idea about it.
Similarly, Article 16.5 talks about, we know we have institution like Devasam Board, Waqf Board. Okay, so Devasam Board usually the Devasam Board needs to appoint a priest for the temples. Okay, but temples will normally priest appoint. So we cannot take a person from different community for that job. So we have to make an exception for that. So Article 16.5 clause 5 makes it, Parliament by law may allow a religion as the ground for certain categories of employment. That means Devasam Board, they can appoint only Hindu priest. Waqf Board, on some posts, they can appoint only Muslims. Is that clear? Is that clear? Okay. Then abolition of untouchability, that also comes under under right to equality. Okay, we already said Article 14 to 18 talks about right to equality. So abolition of untouchability, you know, we have a very ancient and uncivilized practice called untouchability, the practice of untouchability. So the makers of our constitution were well aware about this untouchability, this derogatory practice. So they made a provision on the constitution that clearly talks about completely abolition of untouchability. All kind of untouchability is forbidden. Okay, its practice in any form is forbidden. Okay, so the enforcement of any disability arising out of untouchability shall be an offense punishable in accordance with law. ഒന്നുമില്ല, നമ്മളെ അൺടച്ചബിലിറ്റി, നമ്മളെ തൊട്ടുകൂട്ടായ്മ, തീണ്ടൽ എന്നൊക്കെ പറയും മലയാളത്തിൽ. ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു ഡെറോഗേറ്ററി പ്രാക്ടീസിന്റെ എല്ലാ തരത്തിലുള്ള പ്രാക്ടീസും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. You should always try to remember articles. Okay, okay, is that clear? Abolition of untouchability, is that clear? Okay, fine. So Parliament has enacted Untouchability Act 1955, later renamed as Protection of Civil Rights Act. So any practice of this untouchability is an offense now, a criminal offense. Calling a caste name or insulting by caste, all are crimes now. Is that clear? Is that clear? Okay, fine. Similarly, Article 18 talks about abolition of titles. That means before the independence, we had the titles like Raja, Rai Bahadur, okay, Kaisar-e-Hind. Actually, during the colonial government, they used to give titles to prominent person to get their allegiance to the British crown. And there are many Rajas also. So the constitution makers were well aware about this. So they don't want any differentiation between the citizen of this country. So our constitution abolished all titles. State shall not confer any title, whether a citizen or a foreign, except academic and military distinction. Just like lieutenant governor, colonel, major, or doctor, professor of emeritus, professor. These titles we can give because these are academic and military distinction. Other titles like Raja, Rai Bahadur, okay, Kaisar-e-Hind, such titles are now abolished. Similarly, no citizen of India shall accept any title from any foreign state. Okay, so now you may have a doubt regarding whether this Padma Shri, Padma Vibhushan, these titles are violative of Article 18 or not. Do you have such doubt? So Bharat Ratna, Padma Vibhushan, Padma Shri Article 18 violation ആണോ എന്നുള്ളതാണ്. Okay, പക്ഷേ these awards are and decoration to recognize the excellence in performance of a duties of a person ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ട് ഒരു സർവീസ് ചെയ്ത ആൾക്ക് ഒരു റെക്കഗ്നീഷൻ ആയിട്ട് നൽകുന്നതാണ് ഈ ടൈറ്റിൽസ്.
Okay, Bharat Ratna, Padma Vibhushan. It's not a violative to fundamental right of not of fundamental right Article 18, because they cannot use this title or they cannot use this as a prefix or suffix. One cannot say Padma Shri Mohanlal, Padma Vibhushan, Padma Bhushan. We cannot call that. That's only a mere recognition. We cannot use that terms in public. Okay, is that clear? Is that clear? I think it's sufficient today. Article 19 and 22 we will take in another class. Is there any doubt? Do I need to repeat anything? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഏതെങ്കിലും ഏരിയ ക്ലിയർ ആവാത്തതുണ്ടോ? എന്തെങ്കിലും any issues? We have discussed today first Union Territories article. We have discussed part 2 citizenship article 5 to 11. Then we have discussed article 12 to article 18 fundamental rights. Any doubts? Any topic? Article എന്തെങ്കിലും doubt ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. You can raise. You can ask question now. Any doubts? Anyone? Clear or no? Clear or no? Yes, sir. Along clear. Hello, Okay. sir. Yes. ഈ സിറ്റിസൺ ബൈ ഡൊമിസിലി എന്ന് പറഞ്ഞിട്ട് ഈ ബൈ ബർത്ത് ജനനം കൊണ്ട് എന്ന് അർത്ഥമാക്കുന്ന ഒരു വേർഡ് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ വേർഡ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഉണ്ടോ? ഈ ഡൊമിസിലി എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ്? ഡൊമിസൈൽ എന്ന് പറയുന്നത് നമ്മള് ബൈ ബർത്ത് നമ്മള് ഡൊമിസൈൽ ഇന്ത്യക്കാരനാവുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ജനിക്കുന്ന ആള് ബൈ ഡൊമിസൈൽ ഇന്ത്യക്കാരനാണ്. ലാറ്റിൻ വേർഡോ അങ്ങനെ റോമൻ വേർഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, അത് അങ്ങനെയൊന്നുമില്ല. മീൻസ് ഡൊമിസൈൽ എന്ന് പറയുന്നത് നമ്മളെ എന്താ പറയാ, നമ്മളെ ഒരു ഡൊമിസൈൽ നമ്മൾ പെർമനന്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലത്തെ കുറിച്ച് നമ്മൾ ഡൊമിസൈൽ എന്ന് പറയാം. ഇപ്പോ ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ഡൊമിസൈൽ അനുസരിച്ചാണ് നമ്മൾ പറയാം. അപ്പൊ നിങ്ങളെ സിറ്റിസൺഷിപ്പ് ഫോം ഒക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ പാസ്പോർട്ടിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിലുണ്ടാവും സിറ്റിസൺ ബൈ ഡൊമിസൈൽ, സിറ്റിസൺ ബൈ ഡെസെന്റ് എന്നൊക്കെ. ഇപ്പൊ സിറ്റിസൺ ബൈ ഡൊമിസൈൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ നോർമലി. സിറ്റിസൺ ബൈ ഡെസെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് NRI പാരന്റ്സിന് പുറത്തുണ്ടായ കുട്ടികൾ അവര് ഡെസെന്റ് ആണ്, സിറ്റിസൺ ബൈ ഡെസെന്റ് ആണ്. ക്ലിയർ ആണോ അത്? ആണ്. ഓക്കെ ഓക്കെ ഫൈൻ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Sir, I have a doubt. Okay, I think then we can. Sir, can you hear me? Okay, ask. Yeah, I can hear sir, you. I have a doubt. Supreme Court judges or High Court judges are called before their name. There is a prefix that justice. Yeah. So Yes, there is justice. That's academic distinction. Actually, we can say that's an academic distinction. Okay. Okay, there is I told you, military and academic distinction. We can have that. Okay. After the retirement of the judge. Then also they can. We used to say justice. Similarly, after the retirement of military officer, we used to say captain or major. Okay, sir. Thank you, sir. Clear? Any other doubts? Any other doubts? Okay, then we can wind up. Okay then. Thank you. Thank you. Thank you, sir.
Sir, sir, is the class is over? Hello, can you hear me, sir? Is the class over? Hello, sir, is the class over?
രണ്ടാളത്തിൽ കയറി വീട്ടിലേക്ക്. കേറ്. എന്താ ഞാൻ അവിടുന്ന് ഒരാളെ കയറ്റാം. നീ ഇങ്ങോട്ട് വാ, ഞാൻ അവിടുന്ന് ഒരാളെ കയറ്റിക്കോളാം. എവിടെ പോയി വരാം? കോളേജ് തുടങ്ങിയില്ലേ? ലീവാ, 2 ആഴ്ച കൊണ്ട് ലീവാ. ഒരാളോട് കയറുക. നടന്നവിടെ എത്തുമ്പോഴത്തേക്ക് നാളെ ഒരാൾ കയറി ആ ട്രെയിനിൽ കയറാൻ. ഇതിലാരെ വണ്ടി എടുക്കുന്നുള്ളത്? ബൈക്ക് എടുക്കൂലേ? ഒരാളുണ്ടോ? കയ്യേറ്റി വെക്കട്ടാ. എടുക്കൂലേ? ട്രെയിൻ എടുക്കൂലേ? വീട്ടിൽ വണ്ടിയും കൂടി ഉണ്ടാവും.